ചരിത്രമായ വീട്ടിൽ കുടുംബം ഉദ്ഘാടനം ചെയ്യുന്നതിനെ 2010 വാർഷിക ഉദ്ഘാടനത്തിന് വളരെ സ്നേഹത്തോടെ അവരോട് ശ്രമിച്ചു. പ്രഭാഷണം നടത്തുന്ന സെന്റ് ജോർജ് പഠനപ്പള്ളിയുടെ ആദരണീയനായ തോമസ് കോലിക്കയച്ച ഈ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ഞാനും വാഴുന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ശ്രീ കരുള തോമസ് പട്ടവായിലവർക്കും കുടുംബയോഗത്തിന്റെ രക്ഷാധികാരി ഏറ്റവും ആദരണീയനായ ശ്രീ ജേക്കബ് വെളിക്കാമൻ അവർക്കും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പ്രധാനത്തച്ഛനും ബഹുമാനപ്പെട്ട ജൂലിയസ് ജോർജ് പട്ടവായിലവർക്കും ബഹുമാനപ്പെട്ട ശ്രീമതി റോസമ്മ ജോർജ് വെളിക്കാമൻ അവർക്കും പ്രൊഫസർ വി ജേക്കബ് സാറിനും കുടുംബയോഗത്തിന്റെ സെക്രട്ടറി ശ്രീ ജോഷി, കൺവീനർ ശ്രീ വി ജെ ഫ്രാൻസിസ് അവർക്ക്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഗുരുജനങ്ങൾക്കും വലിയ വീട്ടിൽ കുടുംബയോഗത്തിലെ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവമായ നമസ്കാരം. നാട്ടിലെ തിരുമേനിമാർ, നഗരാപുരത്തുമാരും പത്രാന്മാരുമായി അവരും കൂടെ അതിലൊരു തിരുമേനി കുറെ താമസിച്ചാണ് വന്നപ്പോൾ അദ്ദേഹം ക്രിസോസ്റ്റം തിരുമേനിയുടെ അടുത്ത് വന്ന് ഞാനതിന് ഇപ്പുറത്തിരിക്കുകയാണ്. ഞാനത് കേൾക്കാനില്ല. ക്രിസോസ്റ്റം തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി എനിക്ക് വേറെ 3 പരിപാടികൾ കൂടി ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ അവസാനത്തെ പരിപാടി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. താമസിച്ചു പോയതിനുള്ള ഒരു ക്ഷമാപണ വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയത്. നമ്മൾ ആരായാലും അപ്പോൾ പറയും തിരുമേനി വളരെ സന്തോഷം, തിരുമേനി ഇപ്പോഴെങ്കിലും പറഞ്ഞത്. പക്ഷെ ക്രിസോസ്റ്റം അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ക്രിസോസ്റ്റം പറഞ്ഞു, തിരുമേനി അത് നന്നായി, ആ പരിപാടിയെങ്കിലും, അതായത് അദ്ദേഹം പോകാതെ ഉപേക്ഷിച്ച പരിപാടിയെങ്കിലും നന്നായി നടത്തുമല്ലോ എന്നാണ്. എന്നുവെച്ചാൽ തിരുമേനി ഇങ്ങനെ താമസിച്ചു വന്നതുകൊണ്ട് ഇവിടുത്തെ പരിപാടിയെ മോശമാക്കി അവിടെ ചെല്ലാൻ വെച്ചിരുന്നെങ്കിൽ അത് മോശമാകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാനും ഇന്നലെ വിചാരിച്ചു, ആ തിരുമേനി പറഞ്ഞത് ഓർത്തപ്പോ ഈ 2 പരിപാടിയും മോശമാക്കുന്നതിന് നല്ലത് ഇവിടുന്ന് നേരത്തെ ഞാൻ ഓടിപ്പോയാലും എത്രയായാലും അഭിമാനിച്ചപ്പോ 1 മണിയെങ്കിലും ആകും. അപ്പോ ആ സമ്മേളനത്തിന്റെ സമയം വൈകിപ്പോകും. അപ്പോൾ അങ്ങനെ ഇവിടെയും ഞാൻ ധൃതി കാണിച്ച് ഇവിടുത്തെ ചടങ്ങും ഞാൻ അലങ്കോലപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ വിളിച്ച് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും മറ്റൊരു ദിവസം ഞാൻ ചെന്ന് സിസ്റ്ററെ കണ്ട് അനുഭവിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ പരിപാടിയും നന്നായി നടക്കുന്നു എന്നുള്ളതിന്റെ സന്തോഷമാണ് എനിക്കും പങ്കുവയ്ക്കാൻ. നേരത്തെ ഇവിടെ പറഞ്ഞു വലിയ വീട്ടിൽ കുടുംബം. നമ്മൾ പലരും പറയുന്നത് പേരിൽ എന്താണ് എന്നുള്ളത്. പക്ഷെ ഒരു പേരിൽ പലതുമുണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പേര് വലിയ വീട്ടിൽ അത് പേര് പോലെ തന്നെ ഒരു വലിയ കുടുംബമാണ്. അനവധി ശാഖകളും ശാഖോപശാഖകളുമുള്ള വലിയ ഒരു കുടുംബം. വലിയ വീട്ടിൽ കുടുംബം മീനച്ചിൽ താലൂക്കിന്റെ എല്ലാ മേഖലകളിലും വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അച്ഛന്മാർ കുറവാണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ ജേക്കബ് സാർ പറയുകയുണ്ടായി. സിസ്റ്റേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛന്മാർ കുറവാണ് എന്നുള്ളത് കൊണ്ട്, ആത്മീയത കുറവാണ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നില്ല. എങ്കിലും വൈദികർ കുറവായത് തീർച്ചയായും ഒരു കുറവ് തന്നെയാണ്. ഇത്രയും വലിയ
ജേക്കബ് സാർ സൂചിപ്പിച്ചത് ഞാൻ വിചാരിച്ചു. അപ്പൊ വലിയ വീട്ടിൽ കുടുംബം, നമുക്കറിയാം നമ്മളുടെ പല കുടുംബങ്ങൾക്കും കുടുംബയോഗങ്ങൾ പൊതുവെ സംഘടിപ്പിച്ചിട്ടും ശക്തി ആർജിച്ചു വരുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ കുടുംബങ്ങൾക്കൊക്കെ ചരിത്രമുണ്ട്. നേരത്തെ ജേക്കബ് സാർ പറഞ്ഞ 600 കൊല്ലത്തെ ചരിത്രം നിസ്സാരമായ ഒരു കാര്യമാണ്. അത്തരമൊരു ചരിത്രമുള്ളപ്പോൾ അതിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ചരിത്രവും പാരമ്പര്യവും വരുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സംസ്കാരമുണ്ടാകും. അപ്പൊ തീർച്ചയായും വലിയ വീട്ടിൽ കുടുംബം ചരിത്രത്തോടും പാരമ്പര്യത്തോടും സംസ്കാരത്തോടും കൂടിയാണ് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ജീവിത മേഖലകളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു കരയിലെ കുടുംബനാഥന്മാർ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ചിട്ടിയിടുന്നു. ചെറിയ തുകയാണ്, പക്ഷെ എല്ലാവരുടെയും കൂടി ആകുമ്പോൾ ഒരു കുർബാന ചെല്ലിക്കാനുള്ള പണം അത്രയേ ഉള്ളൂ. ആ പണം കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക്, അനുഭവമില്ലാത്ത ആത്മാക്കൾക്കൊക്കെയാണ് കുർബാന ചെല്ലുന്നത്. അതൊരു വിശ്വാസമാണ്, നമ്മളുടെ ഒരു കാലത്തെ വിശ്വാസമാണ്. ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടെ ശുദ്ധീകരണ സ്ഥലം എടുത്ത് കളയുന്നൊക്കെയാണ് പറയുന്നത്. ആർക്കാണ് ശുദ്ധീകരണ സ്ഥലം എടുത്ത് കളയാനുള്ള ആരോഗ്യമുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അത് നമ്മുടെ ഒരു വിശ്വാസ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. പെട്ടെന്ന് വന്നതുകൊണ്ട്, വേണ്ടത്ര ഒരു വാണിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സ്ഥലമില്ല. സ്വർഗത്തിൽ ഇപ്പൊ ഇമ്മീഡിയറ്റ് ഒരു സ്ഥലം സിസ്റ്റേഴ്സിന് ഇല്ലല്ലോ. അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്ത് ഒരു മാസത്തിനാണ് ഞാനിവിടെ എന്തെങ്കിലും ഏർപ്പാട് ഉണ്ടാക്കാം, നിങ്ങളുടെ തിരികെ വരും. അതുവരെ ബാക്കി ആരെയെങ്കിലും നരകത്തിൽ വിട്ടാൽ അവർ തിരികെ വരികയില്ല. നരകത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകും. നിങ്ങളാകുമ്പോൾ ഞാൻ പേടിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഒരു മാസത്തേക്കൊന്ന് നഗരത്തിൽ പോയി താമസിക്കുക തൽക്കാലം. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ ഞാനിവിടെ റൂമൊക്കെ ആക്കിയിട്ട് വിളിക്കാം. അപ്പോൾ സിസ്റ്റേഴ്സ് ആദ്യം അവർക്ക് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ പത്രോസ് പറഞ്ഞതിലെങ്കിലും അവർ സമ്മതിച്ചു. ഈ കാര്യം പറയും, ഇതിലൊരു യുക്തിയും. സാധാരണ ആത്മാക്കളാണെങ്കിൽ തിരികെ വരിക അവിടെ പെട്ടുപോകും. അപ്പൊ ഇവരാകുമ്പോൾ കുഴപ്പമില്ല, തിരികെ അങ്ങനെ ആയിക്കോളും. 2 ആഴ്ച കഴിഞ്ഞപ്പോ മദർ പത്രോസിനെ ഫോൺ ചെയ്ത് ചോദിച്ചു. വിളിച്ചപ്പോ പത്രോസ് പറഞ്ഞു, 2 ആഴ്ച കൂടെ ഒന്ന് ക്ഷമിക്കണം, ഞാൻ അപ്പോഴേക്ക് വന്നു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് പത്രോസ് അങ്ങോട്ട് വിളിച്ചു. ഇവിടെയൊക്കെ റൂമായി, ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാ. അപ്പൊ മദർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോരുന്നില്ല, ഞങ്ങൾ കുറച്ച് നാളുകൂടെ ഇവിടെ താമസിച്ചോ. അപ്പൊ പത്രോസിന് വിഷമമായി. പത്രോസ് എന്താ നിങ്ങൾ ഇങ്ങോട്ട് പോരാ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒരു CBSE സ്കൂൾ തുടങ്ങി ഈ നഗരത്തിൽ, അതുകൊണ്ട് ഇനി അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് തിരിച്ചു സ്വർഗത്തിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞതാണ്. ബിഷപ്പ് പറഞ്ഞത്, നമ്മളുടെ ഇടയിൽ വർത്തമാനമായി വരുന്ന സേവനത്തിന് പകരമുള്ള വാണിജ്യ താല്പര്യങ്ങളെ പറ്റി മുന്നറിയിപ്പായിട്ടാണ്. ആത്മീയമായി വളരെ ശക്തിയുള്ളവരും പോലും ഭൗതികമായ പ്രലോഭനങ്ങൾക്ക് അതിവേഗം അടിപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നതേ ശുദ്ധീകരണ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മരിച്ചവരെ ഓർമ്മിക്കുന്നത് നമ്മളുടെ ഒരു പാരമ്പര്യത്തിന്റെ ഖണ്ഡിയെ ഓർമ്മിച്ച് നിലനിർത്തുന്ന നമ്മുടെ ഒരു ആചാരമാണ്. അപ്പോൾ അത് തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പൂർവികരെ ഓർമ്മിക്കാൻ അതൊരു പുണ്യമാണ്. അത് നമുക്ക് ലഭ്യമാക്കുന്ന ഒരു ശക്തിയുണ്ട്, നമുക്ക് ലഭ്യമാക്കുന്ന അനുഗ്രഹമുണ്ട്. ദൈവം തമ്പുരാൻ നിരക്കാത്ത ചിന്ത പാടില്ല, ദൈവം തമ്പുരാൻ നിരക്കാത്ത വാക്കും പാടില്ല, ദൈവം തമ്പുരാൻ നിരക്കാത്ത പ്രവൃത്തി പാടില്ല. അതിൽ സർവ്വദൈവശാസ്ത്രവും, നമ്മുടെ വിശ്വാസപരമായ ജീവിതപരമായ സർവ്വദൈവശാസ്ത്ര
തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. സ്വത്ത് ഒഴിവാക്കാൻ പാടില്ല, നിവൃത്തിയില്ല. പക്ഷെ എങ്ങനെ സ്വത്ത് ആർജിക്കുന്നു എന്നുള്ളതിനെ പറ്റി പണ്ട് മുതൽക്ക് നമുക്ക് കാണുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു, നിന്റെ വയലിന്റെ വരമ്പ് ഒരു വിധവയുടേതാകാതിരിക്കട്ടെ എന്നാണ് വേദപുസ്തകം. എന്താ കാര്യം? നമ്മുടെ വയലിന്റെ തൊട്ടപ്പുറത്ത് വയൽ ഒരു വിധവയുടേതാണെങ്കിൽ വരമ്പ് വെട്ടുന്ന സമയത്ത് അറിയാതെയെങ്കിലും ആ വിധവയുടെ വയലിൽ നിന്ന് അല്പമായ മണ്ണ് നമ്മളുടെ വയലിലേക്ക് വരാനിട വന്നാൽ അത് നമ്മളുടെ വയലിന്റെ ഭാഗമായി കിടക്കുന്ന കാലത്തോളം ദൈവം മുമ്പാകെ പ്രതികാരത്തിൽ നിലവിളിക്കുന്നതാണ്. ഇതൊരു വലിയ ഒരു ദർശനമാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. എത്രയോ വലിയ ഒരു ദർശനം. നമ്മുടെയൊക്കെ അമ്മമാർ നമ്മളോട് പറഞ്ഞിട്ടില്ലേ പണ്ട്, നിന്റെ മുറ്റത്ത് മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴരുത്, അന്യായമായ സ്വത്ത് നിന്റെ കുടുംബത്തിലേക്ക് വരരുത്. ഇതൊക്കെ അവർ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്താ കാര്യം? അന്യായമായി നമ്മൾ ആരുടെയെങ്കിലും സ്വത്ത് നമ്മളുടെ സ്വത്തിന്റെ ഭാഗമാക്കിയാൽ അത് നമ്മളുടെ കുടുംബ സ്വത്തിന്റെ ഭാഗമായി കിടക്കുന്ന കാലത്തോളം ദൈവം മുമ്പാകെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മുറ്റത്ത് വരുന്ന ഏതെങ്കിലും ഒരാളെ നമ്മൾ നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സ് മുറിപ്പെടുത്തി അവന്റെ കണ്ണുനീര് നമ്മളുടെ മുറ്റത്തെ മണ്ണിൽ വീഴാനിട വന്നാൽ ആ കണ്ണുനീര് നമ്മളുടെ മുറ്റത്ത് അലിഞ്ഞു കിടക്കുന്ന കാലത്തോളം ദൈവത്തിന്റെ മുമ്പാകെ നിലവിളിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പൂർവ്വികർ നമ്മൾ പഠിപ്പിച്ചത്. എത്രയോ വലിയ ദർശനങ്ങൾ, എത്രയോ വലിയ തത്വങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മളുടെ പ്രദേശത്തെ പഴയ കുടുംബങ്ങൾ നിലനിർത്തിയിരുന്ന വിശ്വാസവും ഭക്തിയും പാരമ്പര്യവും ആഴമായ പരസ്പര ബന്ധവും ശക്തിപ്പെടുത്താനും നിലനിർത്താനും ഈ വലിയ വീട്ടിൽ കുടുംബയോഗത്തിനും ഇതിന്റെ പ്രവർത്തനങ്ങൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞാനും ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്, ബന്ധം വഴിയുള്ള ഭാഗമാണ് എന്നുള്ള അഭിമാനം എനിക്കുമുണ്ട്. ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പെങ്കിലും നിങ്ങൾ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി കുടുംബയോഗത്തിലെ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവമായ അഭിവാദനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിനയപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം എന്ന് പറയുന്നത് നിലവിളക്ക് കൊളുത്തലാണ്. വിളക്ക് കൊളുത്തേണ്ടത് പുരോഹിതനാണ് എന്നാണ് മഹാരാജാവ് പറയുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു ചടങ്ങിൽ ഞങ്ങള് മന്ത്രിമാർ പലരുണ്ട്, ഞങ്ങൾ വൈശാഖന്മാരുണ്ട്, 12 തിരിവുള്ള വിളക്ക് വെച്ചിരുന്നു. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ സംഘാടകർ രാജാവിനും ബാക്കി എല്ലാവർക്കും സ്റ്റേജിൽ പ്രസംഗിക്കാൻ കൊടുത്താൽ. പക്ഷെ രാജാവ് നമുക്കറിയാം 89 വയസ്സും കാലിൽ നീരാണ്. വളരെ പ്രയാസപ്പെട്ട അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ആരും എന്നോട് പിണങ്ങരുത്, പ്രയാസമുണ്ടെങ്കിൽ 12 തിരിയും ഞാൻ തന്നെ കത്തിക്കും, നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മന്ത്രിമാരോട് അദ്ദേഹം പറഞ്ഞു, വിളക്ക് കൊളുത്തുന്നത് ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ ഐക്യമുന്നണി ഏർപ്പാട് വന്നപ്പോഴാണ് അതുപോലും ഇങ്ങനെ പലരും കൂടി വേണം എന്ന് വരുത്തിയതെന്ന് മന്ത്രിമാരോട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാജാവ് ഉണ്ടെങ്കിൽ രാജാവ് കൊളുത്തണം, രാജാവില്ലെങ്കിൽ മഹാപുരോഹിതൻ കൊളുത്തണം എന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് മഹാപുരോഹിതൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും കൊറോണപ്പള്ളി ബിഷപ്പിലേക്ക്, പിന്നെ കൊറോണപ്പള്ളിയുടെ വികാരിയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയായതുകൊണ്ടാണ് അച്ഛൻ വിളക്ക് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നുകൊള്ളാം. ഇതിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമസ്കാരം.
ഏറ്റവും ആദരണീയനായ ഡോക്ടർ സലീം തോമസ് കുടുംബയോഗ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ചാകോച്ചേട്ട, പ്രിയ RBD, ഏറ്റവും പ്രിയപ്പെട്ട ജോഷി, കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആനി പള്ളിക്കപ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഈ സഹോദരിക്ക് നിങ്ങളെല്ലാവരും കൂടെ വലിയൊരു കഴിവ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട ദേവൻ സാറിന്റെ പ്രസംഗം നമ്മുടെ കുടുംബങ്ങളുടെ മുഴുവൻ അച്ചക്ക വെട്ടി മുളഞ്ഞു നിൽക്കുന്ന അമ്മച്ചിമാരെ തുടങ്ങി അവരുടെ കെയർ മാനേജ്മെന്റ് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ സാധനങ്ങളുടെ പറഞ്ഞു. ദൈവത്തിന് നിരക്കാത്ത ആ പ്രവർത്തികൾ നമുക്ക് ദേവസാറ് പറഞ്ഞ ഈ സംഭവങ്ങളും അതിൽ കൂടിയ പള്ളിയിൽ പോകുന്നത്, വരുന്നത്, പൊട്ടിക്കുളിക്കാൻ പോകുന്നത്, വഴക്കുണ്ടാക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് പേടിക്കുന്നത്, സിമിത്തേരി ചെയ്താല് ഈ വക സകലമായ കാര്യങ്ങളും എത്ര പേര് 100 പേര് താഴെ 112 പേജില് ഒരു ഇതിഹാസം സൃഷ്ടിച്ച ആനിയുടെ വിശിഷ്ടമായ ആ കാവൽക്കാരി എന്ന പുസ്തകം അവാർഡിന് അർഹയായി. അവാർഡ് എന്നൊരു സാധനം സാഹിത്യ ഗ്രന്ഥത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗ്രന്ഥത്തിനായിരിക്കണമെന്നാണ്. അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും ഒക്കെ സുഹൃത്തുക്കൾക്ക് ദൈവം തന്ന വലിയ സമ്മാനമാണ് ആനി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആനി നമുക്കൊരു ഗിഫ്റ്റാണ്, നമ്മുടെ കുടുംബത്തിനൊരു വലിയ സമ്മാനം. നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ നമ്മുടേതും പറയും. കാരണം പേരൻസ് സാറിനും എനിക്കൊക്കെ അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾക്ക് മാത്രം വലിയ വീടായാല് ഞങ്ങളോട് കൂടിയത് കൊണ്ടാണോ നിങ്ങൾ വലുതായത് എന്നറിഞ്ഞൂടാ. എങ്കിലും ഞങ്ങൾ അതിൽ നിങ്ങളുടെ മഹത്വം ഞങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ അഭിമാനമുണ്ട്. അവിടെ തീർച്ചയായിട്ടും ആനി നമ്മുടെ കുടുംബത്തിനല്ല, നമ്മുടെ സമുദായത്തിലും ദേശത്തിലും ഗ്രാമത്തിലും നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനി നമ്മുടെ പാലാ മീനച്ചിൽ താലൂക്കിലെ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നതാണ് ഈ ഗ്രന്ഥം. ഇത്രയും ബ്യൂട്ടിഫുള്ളായി മനോഹരമായിട്ട് മറ്റൊരു സൗകര്യമില്ല. പിന്നെ അതിൻ്റെ അകത്ത് നായകൻ ആരാണ്, നായിക ആരാണ്, നായകൻ ആരാണ് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ അതിനുശേഷം അന്വേഷിച്ച് കൊച്ചിന് അപ്പനും അമ്മയൊക്കെ ഉണ്ടോ? അനുഭവമാണ്. അന്നേരം പറഞ്ഞാൽ അപ്പനും ഉണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ എന്താണ് ഈ കഥ? ആ കഥയില്ലായ്മയാണ് ആനിയുടെ കഥ, ആനിയുടെ സാഹിത്യം. നമുക്ക് ഒത്തിരി ഈ വർഷം ഒത്തിരിയേറെ അഭിമാനിക്കാൻ മോള് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എന്റെ അനുഗ്രഹം മോള് വഴി കുടുംബത്തിന് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാർഷിക ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കുരുവിള തോമസ് പട്ടവേലി അവർക്കും നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനം നടത്തിയ ഡോക്ടർ സലീം തോമസ് അവർക്കും ആദരണീയരായ ഞങ്ങളുടെ കൊച്ചുപാപ്പൻ വേദിയിലുള്ള ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ, ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട അമ്മച്ചിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, ഏറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് കൊഴുവനാൽ മണിയങ്ങാട്ട് വീട്ടിലെ അഭിരാജന്റെയും അച്ചാമ്മയുടെയും രണ്ടാമത്തെ മകളായ റോസമ്മ എബ്രഹാം എന്ന ഞാന് 29 വർഷങ്ങൾക്ക് മുൻപ് പള്ളിക്കാപ്പിൽ വി ജോർജും അച്ചാമ്മ ദമ്പതികളുടെ മൂത്ത മകൻ ജോർജ് കുട്ടി PG അദ്ദേഹത്തിന്റെ ഭാര്യയായി അരുവിത്ര പള്ളിയിൽ വെച്ച് തന്നെ ഡിസംബർ 26-ാം തീയതി വിവാഹിതരായി ഏറ്റവും അനുഗ്രഹത്തോടെ ഈ വലിയ വീട്ടിൽ വന്നു കയറിയത്. ഞാൻ വന്നു കയറിയ കുടുംബത്തില്, നിന്നിരുന്ന കുടുംബത്തിലും, ജനിച്ച കുടുംബത്തില് ഇതിനെല്ലാം എന്റെ മാതാപിതാക്കൾ എന്നും ഞങ്ങൾക്ക് മാതൃകയാണെന്ന് ഇവിടെ ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ
മാതൃക പിന്തുടരുന്ന ഞങ്ങളുടെ കൊച്ചുമക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കൊച്ചുമക്കൾക്കും നമ്മളൊരു തെറ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഇത് നമ്മുടെ വീട്ടുകാരറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ഏറ്റവും നിസ്സാരമായി നമുക്ക് ചിന്തിക്കാം. ആ ചിന്ത നമ്മളെ ഏറ്റവും നല്ല രീതിയിലേക്ക് നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് കൊച്ചുമക്കൾക്ക്, ഇനിയും വളർന്ന് വലുതാകുന്ന എല്ലാ കൊച്ചുമക്കൾക്കും ഇത്തരത്തിലുള്ള കൂട്ടായ്മകള്, കുടുംബയോഗങ്ങള് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കുമാരി ആനി പള്ളിക്കാപ്പൻ സാഹിത്യ ലോകത്തെ പുതിയ നക്ഷത്രമായി നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട ഓലിക്കിടച്ചൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആനി പള്ളിക്കാപ്പന് എല്ലാ അനുമോദനങ്ങളും ആശംസകളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇനിയും ധാരാളം ഇതുപോലുള്ള നറുമല്ലുകൾ വിരിയട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേകം, സംഘാടകർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി വിശിഷ്ടാതിഥി പ്രൊഫസർ ഡോക്ടർ ശ്രീയം തോമസിന് കുടുംബയോഗം പ്രസിഡന്റ് മോൻ ചേട്ടൻ കുടുംബയോഗത്തിന്റെ പേരിൽ ഉപഹാരം സമർപ്പിച്ചു കൊടുക്കുന്നു. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മെ ധന്യരാക്കിയ അരുവിത്ര മഹായിടവകയുടെ വലിയ ഇടയിൽ തോമസ് ഓലിക്കൽച്ചിനുള്ള ഉപഹാര സമർപ്പണമാണ്. താങ്ക് യു സർ, താങ്ക് യു ഫോർ. അടുത്തതായി യുവ സാഹിത്യകാരി ആനി വള്ളിക്കാപ്പലിന് ഉപഹാര സമർപ്പണമാണ്. Engineering